ഹായ് ഓൾ, CUT എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ പോർഷൻസ് ഉണ്ട് അല്ലേ. അതിൽ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോറിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആ ഓർഡർ പഠിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല, അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ പ്രൊഡക്ഷനും അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓർഡറിൽ അങ്ങ് പഠിക്കാം. കാരണം 7 റേഡിയേഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ 7 റേഡിയേഷന് കൃത്യമായ ഒരു ഓർഡർ ഫോളോ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ എഴുതിയിരിക്കുന്ന ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു നോക്കാം. വിച്ച് ഈസ് ഇൻ ഷോർട്ട് നമുക്ക് വായിക്കാം റമി ലെക്സ് ജി. എന്താണ് റമി ലെക്സ് ജി? എന്താണ് ഈ റമി ലെക്സ് ജി? അപ്പൊ റമി ലെക്സ് ജി നമ്മൾ എഴുതുമ്പം ആ എഴുത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന ആ ഓർഡറിന് ഒരു ക്ലാരിറ്റി വേണം. എന്താണ് ആ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാനിവിടെ റമി ലെക്സ് ജി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെയും പേര് എഴുതാം. R ഫോർ റേഡിയോ വേവ്സ് ആണ്, M എന്ന് പറയുന്നത് മൈക്രോവേവ്സ് ആണ്, I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസ് ആണ്, L എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് ആണ്, U എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്, അൾട്രാ വയലറ്റ്, X ഫോർ എക്സ്റേ ആൻഡ് G ഫോർ ഗാമ റേസ്. കണ്ടോ? അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ റമി ലെക്സ് ജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റമി ലെക്സ് ജിയുടെ ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എഴുതുന്നത് വേവ് ലെങ്തിന്റെ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വേണം പറയാൻ. ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ എനിക്ക് പറയാം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. ഉറപ്പായിട്ടും എല്ലാ വർഷങ്ങളിലും ചോദ്യം ചോദിക്കാറുള്ളതാണ് CUTക്ക്. ഈ വർഷവും ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും, ശ്രദ്ധിക്കണം. സോ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മുടെ റമി ലെക്സ് ജി എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനർജിയുടെയും ഇൻക്രീസിങ് ഓർഡർ ആണ്. കാരണം റേഡിയേഷൻ ആണ്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം എനർജി E എന്ന് പറഞ്ഞാൽ hν ആണ്. സോ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരും ഇൻക്രീസ് ചെയ്യും, എനർജിയും ഇൻക്രീസ് ചെയ്യും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം ഈ ഓർഡർ എന്ന് പറയുന്നത് ശരിക്കും എന്തിന്റെയും കൂടെ ഓർഡർ ആണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെയും റേഡിയേഷന്റെ എനർജിയുടെയും കൂടെ ഇൻക്രീസിങ് ഓർഡർ ആണ് എന്ന് പഠിക്കാം. നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്പെക്ട്രം ആണല്ലേ, വിബ്ജിയോർ എന്ന് പറയും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വിബ്ജിയോറിനെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ കൊണ്ടുവരണം. പക്ഷെ നമ്മൾ റമി ലെക്സ് ജി എന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ വിബ്ജിയോർ എഴുതുന്നത് ശ്രദ്ധിച്ചോണം. കാരണം റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ റെഡ് വേണം എക്സ്ട്രീം എൻഡിൽ വരാൻ വേണ്ടി, ഈ എൻഡിൽ വരാൻ വേണ്ടി. വയലറ്റ് ഈ എൻഡിൽ വരയ്ക്കും. അപ്പൊ നമ്മൾ വിബ്ജിയോർ എഴുതുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം എന്ത് ചെയ്യാൻ, വിബ്ജിയോർ എഴുതാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇങ്ങനെ വേണം വിബ്ജിയോർ എഴുതി കാണിക്കാൻ. സോ റമി ലെക്സ് ജി പഠിക്കുമ്പോൾ നമ്മൾ വിബ്ജിയോറിന്റെ ഓർഡർ എങ്ങനെ എഴുതുക, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് വേണം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എഴുതുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, വിബ്ജിയോർ കാണിക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ പഠിച്ചാൽ മതി. അതായത് 10 ഇത്ര 10 ഇത്ര എന്നുള്ള രീതിയിൽ ഓർഡേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ 10⁻⁻15 ഹെർട്സ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വാല്യൂസ് കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. എന്നിട്ട് മാച്ച് ദി ഫോളോയിങ് വരുന്ന സമയത്ത് ആർക്കാണോ പ്രോബബിളി മാച്ച് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് അവരെ മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ റമി ലെക്സ് ജി മറക്കരുത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിക്ക് എനിക്ക് റേഡിയേഷന്റെ എനർജിയും കൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. അറേഞ്ച് ദ ഫോളോയിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പെർ ക്വാണ്ടം ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി എന്നാണ്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ബ്ലൂ ലൈറ്റ്, യെല്ലോ ലൈറ്റ്, എക്സ്റേ, റേഡിയോ വേവ്. ഇൻക്രീസിങ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഓർഡർ ആണ് അല്ലെ. നമ്മൾ പഠിച്ച ഓർഡർ എന്ന് പറയുന്നത് റമി ലെക്സ് ജി ആണ്. സോ എനിക്ക് ഇവിടെ റമി ലെക്സ് ജി എന്ന് എഴുതാം. ഇതാണ് എന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ അവിടെ ബ്ലൂ ലൈറ്റും യെല്ലോ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ആ ലൈറ്റിനെ കൊണ്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുക? ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുതണം അല്ലെ, വിബ്ജിയോർ എന്ന് ഇങ്ങനെ വേണം ഞാൻ എഴുതാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഇനി നമുക്ക് അവർ പറയുന്നത് ബ്ലൂ ലൈറ്റിനെ A എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. സോ ബ്ലൂ ലൈറ്റിനെ ഞാൻ A എന്ന് വിളിച്ചു, യെല്ലോ ലൈറ്റിനെ B എന്ന് വിളിച്ചു,
എക്സ്റേനെ സി എന്ന് വിളിച്ചു, എക്സ്റേനെ സി എന്ന് വിളിച്ചു. അതേപോലെ തന്നെ റേഡിയോ വേവിനെ ഡി എന്നും വിളിച്ചു, റേഡിയോ വേവിനെ ഡി എന്നും വിളിച്ചു. ഇനി അവർ പറയുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിൽ എഴുതാൻ പോവാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ഓർഡർ. ഇതാണ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ ഡി വന്നു, പിന്നെ ബി വന്നു, പിന്നെ എ വന്നു, പിന്നെ സി വന്നു. ദാറ്റ് മീൻസ് എന്റെ ഓർഡർ എന്താണ്? ഡി ബി എ സി. ഡി ബി എ സി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞാൽ ഡി ബി എ സി. ഡി ബി എ സി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനിയാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയാൻ പോകുന്നത്. ഇത് NCERTയിലുള്ള കാര്യങ്ങളാണ്. റേഡിയോ വേവ്സിന്റെ ആപ്ലിക്കേഷൻ, പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുക, റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കുക. ഒന്ന് പഠിക്കേണ്ടത് പ്രൊഡക്ഷൻ ആണ്. സോ റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ മാർക്ക് ചെയ്തോ എഴുതിയോ വെക്കുക. റേഡിയോ വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചിലപ്പോൾ അത് മാച്ച് ദി ഫോളോയിങ് ചോദിക്കുന്നതാണ്. അപ്പൊ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് എന്ന് വേണം പറയാൻ. ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്ടിങ് വയറുകളിൽ അതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട യൂസ് ആണ്. യൂസ് എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റേഡിയോ, ടെലിവിഷൻ, കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ആണ്. സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താ പഠിക്കുക? റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ അതും പഠിച്ചു. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷോർട്ട് വേവ് ബാൻഡ്സ് വരുന്നത് 54 മെഗാഹെർട്സ് ആണെന്നും, TV വേവ്സിന്റെ റേഞ്ച് 54 to 890 ആണെന്നും, അതേപോലെ FM-ന്റെ റേഞ്ച് 88 to 108 മെഗാഹെർട്സുമാണ് എന്ന ചെറിയൊരു റേഞ്ച് പറയുന്നുണ്ട്. ആ റേഞ്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ്, അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം, ഈ ഒരു പോയിന്റ് നോക്കൂ, ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചോ. സെല്ലുലാർ ഫോൺസ് യൂസ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ്. അപ്പം സെല്ലുലാർ ഫോൺസ് റേഡിയോ വേവ്സ് ഉപയോഗിച്ച് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇതാണ് റേഡിയോ വേവ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് മൈക്രോവേവ്സ്. മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവരെ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. മൈക്രോവേവ്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, എനിക്കൊന്ന് മൈക്രോവേവ്സ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളതും. മൈക്രോവേവ്സിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ നോക്കുക, ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ് ആൻഡ് ഗൺ ഡയോഡ്സ്. ഇത് എവിടെങ്കിലും മാച്ച് ദി ഫോളോയിങ്ങിലോ ഓപ്ഷനിലോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മാച്ച് ചെയ്തോണം, അത് ആരാണ്? മൈക്രോവേവ്സ് ആണ്. സോ സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് ആയ ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ് ആൻഡ് ഗൺ ഡയോഡ്സ് എന്ന് എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് വെച്ചോ, അത് മൈക്രോവേവ്സിന്റെ ആണ്, അത് ഉപയോഗിക്കണം. എയർക്രാഫ്റ്റ് നാവിഗേഷന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് റഡാർ സിസ്റ്റം. ഈ റഡാർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മൈക്രോവേവ്സ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. സ്യൂട്ടബിൾ ഫോർ ദ റഡാർ സിസ്റ്റം യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. മൈക്രോവേവ്സ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ എയർക്രാഫ്റ്റ് നാവിഗേഷനിലാണ് ശരിക്കും ആര് ഉപയോഗിക്കുന്നത്? മൈക്രോവേവുകളെ ഉപയോഗിക്കുന്നത് ആണല്ലോ. ഇവിടെ നോക്കുക, മൈക്രോവേവ് ഓവൻ എന്ന് പറയും. മൈക്രോവേവ് ഓവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിലെ റെസൊണന്റ് വാട്ടർ മോളിക്യൂൾസിന്റെ ഫ്രീക്വൻസിയും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും മാച്ച് ആകുമ്പോഴാണ് ഒരു മൈക്രോവേവ് ആണുള്ള ഒരു ഫുഡ് പാർട്ടിക്കിൾ ചൂടാവുന്നത്. ഇവിടെ നോക്കി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ ഫ്രീക്വൻസി ഓഫ് ദ മൈക്രോവേവ് ഈസ് സെലക്ടഡ് ടു മാച്ച് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസിലെ വാട്ടർ മോളിക്യൂൾസിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി എത്രയാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണോ അതിനേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ ബേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചൂടാക്കാനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് എനർജി ആയി മാറും. ആ എനർജി ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് എന്തായി മാറും? ദിസ് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് എനി ഫുഡ് കണ്ടെയ്നിങ് വാട്ടർ എന്ന് പറയാം. അപ്പം റെസൊണന്റ് ഫ്രീക്വൻസി മാച്ചിങ് വഴിയാണ് മൈക്രോവേവ് ഓവനുകൾ വർക്ക് ചെയ്യുന്നത്. ആരുടെ റെസൊണന്റ് ഫ്രീക്വൻസി മാച്ചിങ് ആണ്? ആ വാട്ടർ മോളിക്യൂൾസിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്താണ് ശരിക്കും നമ്മുടെ മൈക്രോവേവുകളിൽ ഇത് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. മൈക്രോവേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ്, അത് മറക്കരുത്. പിന്നെ എയർക്രാഫ്റ്റ് നാവിഗേഷനിൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു ഉള്ള കാര്യം എന്ത് ചെയ്യരുത്? മറക്കരുത്. നെക്സ്റ്റ് ഇൻഫ്രാറെഡ് വേവുകളാണ്. ഹോട്ട് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ശരിക്കും. പ്രൊഡ്യൂസ്ഡ് ബൈ നോക്കണം, ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ഹീറ്റ് വേവുകൾ എന്ന് വിളിക്കാറുണ്ട്. ആർ സംടൈംസ് നോൺ ആസ് ഹീറ്റ് വേവുകൾ. ഹീറ്റ് വേവുകൾ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും? ഇൻഫ്രാറെഡ് വേവുകളാണെന്ന് പറയും. ഹീറ്റിംഗ് ഓഫ് ദ സറൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ ഭാഗമായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും? ഇൻഫ്രാറെഡ് വേവ് ആണെന്ന് പറയും. ഇൻഫ്രാറെഡ് വേവിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ശ്രദ്ധിക്കും
ശ്രദ്ധിക്കുക. എമിറ്റ് ഇൻഫ്രാറെഡ് വേവ്സ്. ചിലപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ്, നമ്മുടെ ടിവിയിലെ റിമോട്ടൊക്കെ ഇല്ലേ, റിമോട്ട് പോലെയുള്ള ഡിവൈസുകളിലൊക്കെ ശരിക്കും ഈ LED ഉണ്ട്. ആ LED എമിറ്റ് ചെയ്യുന്നത് ശരിക്കും ഇൻഫ്രാറെഡ് വേവ്സിനെയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇലക്ട്രോണിക് ഡിവൈസസ് ഓൾസോ എമിറ്റ് ഇൻഫ്രാറെഡ് ആൻഡ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ റിമോട്ട് സ്വിച്ചസ് ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് സച്ച് ആസ് TV സെറ്റ്സ്, വീഡിയോ റെക്കോർഡ്സ് ആൻഡ് ഹൈഫൈ സിസ്റ്റംസ്. പിന്നെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി നടത്താറുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ അല്ലേ? ഇതാണ്, ഇത്രയാണ് ഇൻഫ്രാറെഡ് വേവ്സിനെ കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. വിസിബിൾ റേസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഹ്യൂമൻ ഐ കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് വിസിബിൾ റേസ് എന്ന് പറയുന്നത്. അതേ ഉള്ളൂ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഇവിടെ നോക്കാം, ഈ വേവ് ലെങ്ത് റേഞ്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 700-400 നാനോമീറ്റർ, ഇതിന്റെ മാത്രം വേവ് ലെങ്ത് റേഞ്ച് ഒന്നും അറിഞ്ഞിരിക്കുന്നത് വലിയ പാടില്ല, പഠിക്കാൻ അറിഞ്ഞിരിക്കുന്നതാണ്. ബാക്കിയുള്ള അതിന് വേവ് ലെങ്ത് അറിയണ്ട, നമുക്ക് അറേഞ്ച് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. 700-400 നാനോമീറ്റർ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കുന്നത് ഓക്കെ ആയിരിക്കും വിശ്വസിക്കുന്നു. ശരി, ഇനി UV റേസിലേക്ക് വരാം. UV റേസിലാണ് ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങളുള്ളത്. സോ അൾട്രാവയലറ്റ് റേസ് നമുക്ക് എല്ലാം അറിയാം, നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് അൾട്രാവയലറ്റ് റേസസ് എന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ ശ്രദ്ധിക്കണം, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ലാംപ്സ് ആൻഡ് വെരി ഹോട്ട് ബോഡീസ്. ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ബോഡീസും സ്പെഷ്യൽ ലാംപ്സുമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, UV റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, UV റേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. സൺ ഈസ് ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഹാംഫുൾ എഫക്ട് ഓഫ് എയോൺ ഹ്യൂമൻസ് ആണ്. ശരിക്കും നോക്കുക, അപ്പൊ ഓസോൺ പാളി ശരിക്കും നമ്മളെ സംരക്ഷിക്കുന്നത് പോലും ഈ അൾട്രാവയലറ്റ് റേസിന്റെ ഹാംഫുൾ എഫക്റ്റിൽ നിന്നാണ്. അൾട്രാവയലറ്റ് റേസ് ശരിക്കും പറഞ്ഞാൽ ഓസോൺ പാളിയിൽ ഇടിക്കുകയും തിരിച്ചു പോവുകയാണ് ചെയ്യുക. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുമ്പോഴാണ് ഈ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലേക്ക് സഞ്ചരിക്കുകയും അത് വന്ന് പതിക്കുന്ന സ്ഥലങ്ങളിൽ ഹാംഫുൾ എഫക്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ നല്ലൊരു പോയിന്റ് ആണ്, എക്സ്പോഷർ ടു UV റേഡിയേഷൻ ഇൻഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് മോർ മെലാനിൻ. നമ്മുടെ ശരീരത്തിലൊക്കെ ഈ നമ്മൾ പറയും പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ടാൻ അടിച്ചു, ടാനായി എന്നൊക്കെ പറയും അല്ലെ. അത് ശരിക്കും UV റേസിന്റെ എക്സ്പോഷർ മൂലമാണ്, അവിടെ മെലാനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലമാണ്. എന്നാൽ നമ്മൾ കാറിലോ അല്ലെങ്കിൽ ഇപ്പൊ ബസ്സിലോ ഗ്ലാസ് ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഗ്ലാസ്സിലൂടെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ടാനിങ് വരത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ ഈ ഗ്ലാസ്, ഓർഡിനറി ഗ്ലാസ് എപ്പോഴും ഈ UV റേസിനെ എന്ത് ചെയ്യും, മൊത്തത്തിൽ അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ശരിക്കും ആ UV റേസിന്റെ എക്സ്പോഷർ വരുന്നില്ല, മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ടാനിങ് എഫക്ട് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ജസ്റ്റ് ഒരു ഇതാക്കി പറഞ്ഞാണ്. ഹെൻസ് വൺ കനോട്ട് ഗെറ്റ് ടാൻഡ് ഓർ സൺബേൺ ത്രൂ ഗ്ലാസ് വിൻഡോസ്. കാരണം UV റേസ് അബ്സോർബ് ചെയ്യണം. അപ്പം ഒരാൾക്ക് സൺബേൺ ഗ്ലാസ് വിൻഡോസിലൂടെ കിട്ടത്തില്ല എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് UV റേസിനെ അബ്സോർബ്. അപ്പൊ ഏത് റേസിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ടാനിങ് കിട്ടാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ പറയും UV റേസ് ആണ് എന്ന് പറയും. ഇവരുടെ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ ലേസർ ആയിട്ട് നമുക്ക് ഇവരെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലാസിക് സർജറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലാസിക് ഐ സർജറി. ഇപ്പൊ ഗ്ലാസ് ഒക്കെ മാറ്റി പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലെൻസിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് ശരിക്കും ലാസിക് ഐ സർജറി. ഇവിടെ നോക്കുക, ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കെരാറ്റോമിലിസിസ് എന്ന് പറയും. ഐ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ UV റേഡിയേഷൻസ് ആണെന്ന് പറയും. അതേപോലെ പ്യൂരിഫിക്കേഷൻ, ഇപ്പൊ വാട്ടർ പ്യൂരിഫയറിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പൊ UV ലാംപ്സ് ആർ യൂസ് ടു കിൽ ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യണം, UV റേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സ്റേസും ഗാമാ റേസിലും വന്നു കഴിഞ്ഞാൽ എക്സ്റേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ എക്സ്റേ എടുക്കാൻ പോകുന്നതൊക്കെ പറയാം അല്ലെ. അതായത് മെഡിക്കൽ ഡയഗ്നോസിസിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്റേസ് യൂസ് ചെയ്യാം. സോ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ കോമൺ വേ to generate X-rays is to bombard a metal target by high energy electrons. ഹൈ എനർജി ഇലക്ട്രോണുകൾ മെറ്റൽ ടാർഗറ്റിൽ ഇടിച്ചാണ് ശരിക്കും ആര് ഉപയോഗിക്കുന്നത്, എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പല ക്യാൻസർ ട്രീറ്റ്മെന്റ്സിലും എക്സ്റേസിനെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡയഗ്നോസിസിനും ഉപയോഗിക്കാറുണ്ട്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഫിനോമിനൻ. സോ ഡയഗ്നോസിസിലും എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റിലും എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ എക്സ്റേ റേഡിയേഷൻസിന് ഉപയോഗിക്കാറുണ്ട്. ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് ആണ് ശരിക്കും എക്സ്റേ റേഡിയേഷൻ. ഫൈനലി ഗാമാ റേസ്. ഗാമ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ന്യൂക്ലിയർ പഠിച്ച കാര്യം ഓർമ്മ, ആൽഫ ബീറ്റ ഗാമ ഡി കെ എന്നൊക്കെ പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഡി കെ ആണ്. റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ ഫലമായിട്ടാണ് ശരിക്കും ഈ ഗാമ റേസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ് എന്ന് പറയണം. അതേപോലെ തന്നെ ഇവരെ ഹൈ എനർജി ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആയതുകൊണ്ട് തന്നെ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെയൊക്കെ യൂസ് ചെയ്യാം, എക്സ്റേസിനെയും ഗാമാ റേസിനെ യൂസ് ചെയ്യാം. ഡയഗ്നോസിസിന് വേണ്ടി നമുക്ക് എക്സ്റേസിനെ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഒരു സെറ്റ്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദയവ് ഇത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം
ഇവിടെ വേവ് ലെങ്ത് റേഞ്ച് തന്നിരിക്കുകയാണ്, എന്നിട്ട് ഇവരെ മാച്ച് ചെയ്യാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ വേവ് ലെങ്ത് റേഞ്ച് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഇതെങ്ങനെ മാച്ച് ചെയ്യും? അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. എന്താണെങ്കിലും നിങ്ങൾ ആദ്യമേ നമ്മുടെ റേഡിയേഷന്റെ ഓർഡർ എഴുതുക. റമി ലക്സ് ജി. ഇവിടെയൊക്കെ ഹയർ വേവ് ലെങ്ത് ആണ്, ഇങ്ങോട്ട് പോകുന്തോറും വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കിനി നോക്കാം. തന്നിരിക്കുന്നത് മൈക്രോവേവ്, യു വി, എക്സ്റേ, ഇൻഫ്രാറെഡ്. മൈക്രോവേവ് ഉണ്ട്, മൈക്രോവേവിനെ എ എന്ന് മാർക്ക് ചെയ്തു. അൾട്രാവയലറ്റ് ഉണ്ട്, അൾട്രാവയലറ്റിനെ ബി എന്ന് മാർക്ക് ചെയ്തു. എക്സ്റേ ഉണ്ട്, എക്സ്റേനെ സി എന്ന് മാർക്ക് ചെയ്തു. ഇൻഫ്രാറെഡിനെ ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് ആരാണ്? മൈക്രോവേവ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് മൈക്രോവേവിലേക്ക് മാച്ച് ചെയ്യുക. ഇവിടെ മില്ലിമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ വാല്യൂനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൈക്രോവേവിലേക്ക് മാച്ച് ചെയ്യാം. സോ ഇവിടെ മൈക്രോവേവിനെ ഞാൻ ഏറ്റവും വലിയ വാല്യൂലേക്ക് മാച്ച് ചെയ്തു. വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ A4 ആണ്. സോ ഞാൻ A4ലേക്ക് മാച്ച് ചെയ്തു. 0.1 മീറ്റർ ടു 1 മില്ലിമീറ്റർ. അടുത്ത കുറച്ചുകൂടെ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ മീറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മില്ലിമീറ്റർ ആണ്. സോ മില്ലിമീറ്റർ വരുന്നത് കുറച്ചും കൂടെ വലിയ വാല്യൂ ആണ്, അത് ഇൻഫ്രാറെഡിലേക്ക് മാച്ച് ചെയ്യാം. അപ്പൊ ഡീനെ എനിക്ക് ഇൻഫ്രാറെഡ് D3യിലേക്ക് മാച്ച് ചെയ്യാം. സോ A4ഉം D3യും വരുന്ന ഓപ്ഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഞാൻ A4ഉം D3യും വരുന്ന ഓപ്ഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പിന്നെ ഇനി അൾട്രാവയലറ്റ് ആണ് കുറച്ചും കൂടെ ചെറുത് വരുന്നത്. മില്ലിമീറ്റർ കഴിഞ്ഞു. മില്ലിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയേ, അൾട്രാവയലറ്റ് വരുന്നുണ്ട്, B1 വരുന്നുണ്ട്. A4 D3 B1 C2. അപ്പൊ എനിക്കിത് മാച്ച് ചെയ്യാം. കുറച്ചുകൂടെ വലുത് വരുന്നത് എന്താണ്? ഈ 400 നാനോമീറ്റർ ടു 1 നാനോമീറ്റർ ആണ് അൾട്രാവയലറ്റ്. ഏറ്റവും ലാസ്റ്റ് എക്സ്റേ മാച്ച് ചെയ്യാം. 1 നാനോമീറ്റർ 10⁻³ നാനോമീറ്റർ മാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ മാച്ചിങ് ചെയ്താൽ മതിയാകും. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഈ വേവ് ലെങ്ത് ഓർഡേഴ്സോ ഫ്രീക്വൻസി ഓർഡേഴ്സോ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരണ്ട. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ആപ്ലിക്കേഷൻ ആണ്. യു വി റേസ്, എക്സ് റേസ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ് എന്നാണ് പറയുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. മൈക്രോവേവ് എന്ന് കണ്ട ഉടനെ കമ്മ്യൂണിക്കേഷൻ റഡാർ സിസ്റ്റത്തിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാം. യു വി റേസിനെ എനിക്ക് വാട്ടർ പ്യൂരിഫിക്കേഷനിലേക്ക് കണക്ട് ചെയ്യാം. എക്സ് റേസിനെ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ പറയാം. അപ്പൊ A2B1 C3 D4 ആണ്. ഇംപ്രൂവിംഗ് വിസിബിലിറ്റി ഇൻ ഫോഗി ഡേയ്സ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇതും ഇതേപോലെ തന്നെ വേവ് ലെങ്തിനെ മാച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവിടെയും ഇതേപോലെ നമുക്ക് വാല്യൂസ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റമി ലക്സ് ജിയെ ഡിപ്പെൻഡ് ചെയ്യണം. സോ ഇവിടെ റമി ലക്സ് ജിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവാണ്. സോ ഡിപ്പെൻഡിങ് ഓൺ റമി ലക്സ് ജി. ആദ്യമേ റേഡിയോ വേവ്സ് ആണ്. അപ്പൊ ഏറ്റവും വലിയ വാല്യൂ റേഡിയോ വേവ്സിന് കൊടുക്കണം. അത് A2 ആണ്. A2 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ എനിക്ക് ആൻസർ ഓപ്ഷൻ 4 കൊടുക്കാം. വേറെ സംശയമൊന്നുമില്ല. എന്നാലും പോട്ടെ. മൈക്രോവേവ്സ് കുറച്ചും കൂടെ വലുതാണ്. കുറച്ചും കൂടെ വലുത് പറയുമ്പോൾ B3 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് കുറച്ചും കൂടെ, അത് കഴിഞ്ഞ് 10⁻⁻⁴. എക്സ്റേ ആണ് ഏറ്റവും ചെറുത്, 10⁻⁻10. അപ്പൊ നമുക്ക് അറിയാവുന്ന ഓർഡറിന്റെ ബേസിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും. Which of the following have the maximum wavelength എന്നാണ്. റമി ലക്സ് ജി എഴുതുക. ഏറ്റവും വേവ് ലെങ്ത് റേഡിയോ വേവ്സിനാണ്. ഓപ്ഷൻ 4 is the right answer എന്ന് പറയാം. ഓക്കെ അല്ലേ? വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഹാവ് ഹൈ ഫ്രീക്വൻസി എന്നാണ്. ഗാമ റേസിനാണ് ഹൈ ഫ്രീക്വൻസി. കാരണം റമി ലക്സ് ജി ആണ്. ജി എൻഡിലാണ് വരുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ഗാമ റേസിനാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ്സ് ആർ യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം ഫോർ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ്? മൈക്രോവേവ്സിനെയാണ്. സോ ഓപ്ഷൻ 4 is the right answer എന്ന് പറയാം. ഇനി ഇവിടെ നോക്കുക, പിന്നെയും മാച്ചിങ് ആണ്, ആപ്ലിക്കേഷൻസിന്റെ മാച്ചിങ് ആണ്. നമുക്കൊന്ന് നോക്കാം അല്ലെ. മൈക്രോവേവ്സിനെ എവിടെയാണ്? എയർക്രാഫ്റ്റ് നാവിഗേഷൻ ആണ്. അപ്പൊ A4 ആണ്. A4 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഞാൻ ലോക്ക് ചെയ്തു. അടുത്ത യു വി റേസ് ആണ്. യു വി റേസ് ലേസിക് ഐ സർജറി ആണെന്ന് പറഞ്ഞു. B3 ആണ്. ആൻസർ കൊടുക്കാം ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് ഡയറക്ട്ലി തന്നെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ബാക്കി ചെയ്യാം. ഇൻഫ്രാറെഡ് റേസും എക്സ് റേസും ആണ്. എക്സ് റേസിന് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറും പറയാം. അപ്പൊ ഇൻഫ്രാറെഡ് റേസ് ബാക്കിയുള്ളത് ഫിസിയോതെറാപ്പി ആണ്. സോ ആൻസർ പറയാം C1 എന്ന് പറയാം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അവരുടെ വേവ് ലെങ്ത് ഓർഡറും തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മാഗ്നട്രോൺ വാൽവ് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്സ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഓഫ് വേവ് ലെങ്ത് വേണം അതിലേക്ക് മാച്ച് ചെയ്യാൻ. അപ്പൊ 4 ആണ്. 4 വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെ മാച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നോക്കിയാൽ റേഡിയോ ആക്റ്റീവ് ഡ്യൂക്കേ ഓഫ് ദ ന്യൂക്ലിയസ്, അത് ഗാമയാണ്.
ശരിക്കും ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ആണ്, ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് 3 ആണ്. അപ്പൊ 3 എനിക്ക് മാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. CUT 2023 ചോദിച്ചിട്ട് ചോദ്യം നോക്കി നിങ്ങൾ, മൈക്രോവേവ് പറയുന്നു. മൈക്രോവേവ് എങ്ങോട്ട് മാച്ച് ചെയ്യാം? റഡാർ സിസ്റ്റം നാവിഗേഷൻ. അപ്പൊ A1 ആണ്. ഓക്കെ, A1 വരുന്ന ഓപ്ഷൻസ് ലോക്ക് ചെയ്തു. UV റേസ് എന്ന് പറയുമ്പോൾ ലേസിക് ഐ സർജറി ആണ്, B4 ആണ്. B4 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് A1 B4 വരുന്ന രണ്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്തു. എക്സ്റേസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ക്രിസ്റ്റൽ സ്ട്രക്ചർ പറയാം. ഗാമ റേസ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഡികെ ഓഫ് ന്യൂക്ലിയസ്, D3 ആണ്. D3 C2 B4 C2 D3 ഇവിടെ രണ്ട് ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും സാരമില്ല, എയും സിയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്തായാലും അവർ തിരുത്തും. എന്തായാലും നമുക്ക് മാച്ച് ചെയ്യുക. അപ്പൊ ഇതേപോലെ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റൻസ് CUTക്ക് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നോക്കിയാൽ CUT 2023 ചോദിച്ച അറേഞ്ച് ദ ഫോളോയിങ് EM വേവ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ ഫ്രീക്വൻസി എന്നാണ്. ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ്. അപ്പൊ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് റമി ലക്സ് ജിയ എന്ന് എഴുതുക. എന്നിട്ട് ഓരോരുത്തർക്കും പേര് കൊടുക്കുക. UV റേസിനെ A എന്ന് വിളിച്ചു, അപ്പൊ UV റേസിനെ A എന്ന് വിളിച്ചു. ഗാമ റേസിനെ B എന്ന് വിളിച്ചു, ഗാമ റേസിനെ B എന്ന് വിളിച്ചു. റേഡിയോ വേവ്സിനെ C എന്ന് വിളിച്ചു, റേഡിയോ വേവ്സിനെ C എന്ന് വിളിച്ചു. ഇൻഫ്രാറെഡ് റേസിനെ D എന്ന് വിളിച്ചു, ഇൻഫ്രാറെഡ് റേസിനെ D എന്ന് വിളിച്ചു. ഓക്കെ, എക്സ്റേസിനെ എന്തും വിളിച്ചു? എക്സ്റേസിനെ E എന്ന് വിളിച്ചു, എക്സ്റേസിനെ E എന്ന് വിളിച്ചു. അപ്പൊ CDAEB എന്നാണ് വരിക. CDAEB, ബി ആണ് ഏറ്റവും വലുത്. ബിക്കോസ് എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. അവിടെ നിന്ന് ആൻസർ എഴുതാം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അടുത്ത CUT 2023 വെച്ച മറ്റൊരു ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. എക്സ്റേസും ഗാമ റേസും ആണ്. ഓപ്ഷൻ 2 and 4 ഉള്ളി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ്, അവരെ മാത്രമാണ് പറ്റുക. അറേഞ്ച് ദ, പിന്നെയും CUT 2022 ചോദിച്ചൊരു ചോദ്യം നോക്കി എല്ലാവരും. അറേഞ്ച് ദ ഫോളോയിങ് EM വേവ്സ് ഇൻ ഓർഡർ ഓഫ് ദർ ഇൻക്രീസിംഗ് വേവ് ലെങ്ത് എന്നാണ്. സോ വേവ് ലെങ്തിന് ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ പിന്നെയും റമി ലക്സ് ജി കൊടുക്കണം. പിന്നെയും റമി ലക്സ് ജി. A ഇൻഫ്രാറെഡ് ആണ്, അപ്പൊ ഇൻഫ്രാറെഡിന് A കൊടുത്തു. B AM റേഡിയോ വേവ് ആണ്, അപ്പൊ റേഡിയോ വേവിന് B കൊടുത്തു. C എക്സ്റേസ് ആണ്, എക്സ്റേക്ക് C കൊടുത്തു. D അൾട്രാവയലറ്റ് ആണ്, അൾട്രാവയലറ്റിന് D കൊടുത്തു. E മൈക്രോവേവ്സ് ആണ്, മൈക്രോവേവ്സിന് E കൊടുത്തു. സോ B ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ വേവ് ലെങ്ത് എന്നാണ്. അപ്പൊ വേവ് ലെങ്തിൽ ഏറ്റവും വലുത് B ആണ്, പിന്നെ E വരും, പിന്നെ A വരും, പിന്നെ D വരും, പിന്നെ C വരും. കണ്ടോ? ഏറ്റവും വലുതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലുത് B. കണ്ട, ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഏറ്റവും വലുത് B, അത് കഴിഞ്ഞ് E, പിന്നെ A, പിന്നെ CD. BEADC ആണ്. BEADC ആണ്. ഇവിടെ ഒരു ഇത് തെറ്റാണ്, ഇത് ഇങ്ങോട്ട് വേണം വരാൻ. ശരിക്കും ഓർഡർ എന്ന് പറഞ്ഞാൽ B ഗ്രേറ്റർ ദാൻ E ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ D ഗ്രേറ്റർ ദാൻ C എന്നാണ് വരിക. ബിക്കോസ് ഇൻഫ്ര നമ്മൾ മാച്ച് ചെയ്തു. ഇൻഫ്ര എന്ന് പറയുന്നത് A ആണ്, AM റേഡിയോ B ആണ്, എക്സ്റേ എന്ന് പറയുന്നത് C ആണ്, എക്സ്റേ C കൊടുത്തു, D അൾട്രാവയലറ്റ് കൊടുത്തു, മൈക്രോവേവ്സും കൊടുത്തു. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. EM വേവ്സ് എന്ന് പറയുന്നത്, EM വേവ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം, NCERT വായിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.